പിടച്ചയിൽ വീഴുവാടോ ഇവിടെ. ആ കിട്ടിയ കോൺഫിഡൻസിന്റെ ആഫ്റ്റർ എഫക്റ്റ് സ്റ്റാഫ് ടൂർ പോയപ്പോൾ മാനവും പോയി. കയ്യിൽ പൊന്നു പോലെ കൊണ്ടു നടന്നിരുന്ന എന്റെ സാംസങ് S21 FE അതും അടിച്ചുപോയി. പ്രൂഫാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞാണ് മേടിച്ചത്. പക്ഷെ സർവീസ് സെന്ററിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു വെള്ളത്തിൽ പോയ ഗ്യാരണ്ടി ഇല്ല. 30,000 രൂപ. ഫോൺ പോയാലും എനിക്ക് സങ്കടം ഇതിനകത്തുള്ള ഫോട്ടോസ് പോകുന്നതിലായിരുന്നു. കാരണം അമ്പുക്കുട്ടൻ ജനിച്ചെന്ന് മുതലുള്ള എല്ലാ ഫോട്ടോസും ഇതിനകത്തുണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും ബാക്കപ്പ് എടുക്കാൻ രക്ഷയുണ്ടോന്ന് അറിയാനാണ് മൈഫോണിൽ വന്നത്. സ്റ്റാഫ് എല്ലാം പോയി ലേറ്റ് നൈറ്റ് പണിയുമായിട്ട് ആശാൻ കടയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ടച്ചും ഡിസ്പ്ലേ അടിച്ചു പോയി. അത് മാറാതെ ഒരു പണിയും നടക്കില്ലെന്ന്. ഒരു 1350 രൂപ തരുവാണ് ടച്ചും ഡിസ്പ്ലേയും കൂടി മാറി തരാമെന്ന് പറഞ്ഞപ്പം ഞാൻ ഓർത്തത് കളിയാക്കുന്നതാണ്. കാരണം സർവീസ് സെന്ററിൽ നമ്മളോട് പറഞ്ഞത് 13,000 രൂപയാണ്. അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. 15 മിനിറ്റ് കൊണ്ട് ആശാൻ വെള്ളത്തിൽ പോയി മരിച്ച എന്റെ ഫോണിന് ജീവൻ വെപ്പിച്ച് കൈ തന്നു. അപ്പൊ കേടായാലും ഫോണുകളൊന്നും ഉപേക്ഷിക്കണ്ട, ഇവിടെ കൊണ്ട് കൊടുത്താൽ കുറഞ്ഞ ചെലവിൽ റിപ്പയർ ചെയ്ത് കിട്ടും. അപ്പൊ ഷോപ്പിന്റെ പേര് മൈഫോൺ. വൈക്കത്തും ഉണ്ട്, തലയോലപ്പറമ്പിലും ഉണ്ട്. അതുപോലെ ദൂരത്തു നിന്നുള്ളവരാണെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് ഫോൺ കൊറിയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ റിപ്പയർ ചെയ്ത് തിരിച്ചയച്ചു തരുന്നതായിരിക്കും. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഇടാം കേട്ടോ. ആക്ച്വലി ഇന്ന് അവരുടെ 5ാമത്തെ ഔട്ട്ലെറ്റിന്റെ ഇനാഗുറേഷൻ ആണ്. മേജർ എല്ലാ ബ്രാൻഡുകളുടെയും ഓതറൈസ് സെല്ലറാണ് ഇവര്. അതുപോലെ നോ കോസ്റ്റ് EMI ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് 3 ബാങ്കുകൾ, ബജാജ് ഉൾപ്പെടെ ഇവർക്ക് ഡയറക്റ്റ് ഓതറൈസേഷൻ ഉണ്ട്. പല കോർപ്പറേറ്റ്സ് ഇവിടെ വന്ന് വമ്പൻ ഓഫർ നൽകി ഔട്ട്ലെറ്റ്സ് തുറക്കുമ്പോഴും ഇതുപോലുള്ള ചെറിയ ഗ്രൂപ്പും സർവൈവ് ചെയ്ത് പോകുന്നത് നമ്മുടെ സർവീസിലും സെയിൽസിലും ഒക്കെ തന്നെ കുറഞ്ഞ ചാർജ് കൊണ്ടാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോറീസുമായിട്ട് അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഓൾ.